ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ സാധാരണ എപ്പോഴും ചെറുനാരങ്ങ നീര് വിനാഗിരിയൊക്കെ ഉപയോഗിച്ചിട്ടല്ല ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കാറ്. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് പുളിവെള്ളത്തിലാണ് നമ്മൾ ഇന്നത്തെ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാൽ ഈസിയാണ് കേട്ടോ. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, നമുക്കെല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ റോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് സൈഡ് ഡിഷായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാനായിട്ട് നമ്മൾ റെഡിയാക്കുന്ന സെയിം പാനിലേക്ക് 1/2 കിലോ ചിക്കൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കി ഈ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു ചിക്കൻ റോസ്റ്റിന് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല കട്ടിയുള്ള പുളിയായിട്ടും ആവശ്യമില്ല, എന്നാൽ തീരെ കട്ടിയില്ലാത്ത രീതിയിലും പാടില്ല. ഒരു മീഡിയം കട്ടിയിൽ അത്യാവശ്യം പുളിയോട് കൂടിയിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച്, ഒരുപാട് മസാലയൊക്കെ ആയിട്ട് നല്ല റോസ്റ്റായിട്ട് വേണ്ടിയെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അല്ലാണ്ട് ഞാൻ ചേർക്കുന്ന ഇത്രയും സവാള വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചിട്ടും ചെയ്യാം. സവാള ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പുളിവെള്ളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മുളകും മഞ്ഞളൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എത്രയാണ് വെള്ളം വേവിക്കാനായിട്ട് ആവശ്യമുള്ളത്, അങ്ങനെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ വേവിക്കാൻ. ഞാനിപ്പോൾ അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കാരണം അത്യാവശ്യം ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ നോക്കിയിട്ട് ഒഴിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ ചിക്കൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിലുള്ള വേവ് എത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ ചിക്കന്, പക്ഷേ ചെറുതായിട്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൂടി ഒന്നിങ്ങനെ ഇതുപോലെ തന്നെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കങ്ങനെ വറ്റിച്ചെടുക്കേണ്ട പണിയും വന്നില്ല. അപ്പോൾ നിങ്ങൾ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ, എങ്കിലേ കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്ക് എത്രയാണ് താല്പര്യം അതിനനുസരിച്ച് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എത്രയാണ് നന്നായിട്ട് നിങ്ങൾക്ക് മൊരിയിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിലിട്ട് കുറച്ചധികം സമയം എടുത്തിട്ട് മൊരിയിച്ചെടുക്കാം. അല്ലാതെ കുറച്ച് മസാലയൊക്കെ ആവശ്യമായിട്ടാണ് നിങ്ങൾക്ക് റോസ്റ്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വെളിച്ചെണ്ണയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റി വരും. ആ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഒരുപാട് മൊരിയിച്ചെടുക്കുന്നില്ല, കാരണം ഈ ഒരു മസാല എന്ന് പറയുന്നില്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ ആയാലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ, അതും സാധാ ചോറിൻ്റെ കൂടെ ആയാലും വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഈ ഒരു മസാല ഈ സവാളയൊക്കെ ഇട്ടതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരുപാട് മൊരിയിച്ചെടുക്കുന്നില്ല. ഞാൻ കുറച്ചൊന്ന് ഇതുപോലെ വെളിച്ചെണ്ണയോ വെളുത്തുള്ളിയോ ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ മാറ്റം വരുത്തണം കേട്ടോ. ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, കുറച്ച് മസാലയോട് കൂടിയിട്ട്, കാരണം നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ട് ആ ഒരു പച്ച ചുവയ്ക്ക് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചിക്കൻ റോസ്റ്റിലേക്ക് ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്യുന്ന തന്നെയായിരിക്കും, എന്നാലും ഒരിക്കലും ഒന്നിങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കൂടി ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷെ ഞാൻ ശരിക്കുള്ളൊരു നല്ല എനിക്കും ഷമ്മുക്കൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് ഫീൽ ചെയ്തത് നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കറിയും ഈ ഒരു ചിക്കൻ റോസ്റ്റും. എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരിലേക്ക് ഈ ഒരു റെസിപ്പി എത്തിച്ചു കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്